ഞാൻ വളരെ ഹാപ്പിയാണ്. ഇപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് ബാത്റൂം പോകാൻ കഴിയുന്നുണ്ട്, ഡ്രസ്സ് ഇട്ട് പോകാൻ കഴിയുന്നുണ്ട്, വണ്ടി ഓടിക്കാൻ പറ്റും. ഞാൻ വണ്ടി ഓടിക്കുന്നുണ്ട്. ഞാൻ വീട്ടിൽ പോയിട്ട് വണ്ടി ഓടിച്ചു. അസ്സലാമു അലൈക്കും സുഹൃത്തുക്കളെ, എൻ്റെ പേര് മുഹമ്മദ് അലി, പെരുമ്പാവൂർ നിവാസിയാണ്. 2025 നവംബർ 26 എനിക്ക് സ്ട്രോക്ക് വന്നു. ഞാൻ ആസ്റ്റർ മെഡിസിറ്റിയിൽ 4 ദിവസം അഡ്മിറ്റായിരുന്നു. അതിനുശേഷം അവിടെ നിന്ന് പിന്നെ ഇതിന് ചികിത്സ ഫിസിയോതെറാപ്പി ഉള്ളൂ, മരുന്നുകൊണ്ട് മാറുന്നതല്ല എന്ന് പറഞ്ഞപ്പോൾ നേരെ ഇങ്ങോട്ട് പോന്നു. വീട്ടിലേക്ക് എനിക്കിവിടെ കൊണ്ടെത്തിക്കാൻ സാധിച്ചത് എൻ്റെ മോളും ഫാമിലിയും ഇവിടെ തന്നെ ഉണ്ട്, മലപ്പുറത്ത് തന്നെ. അതുവഴിയാണ് ഞാനിത് അറിഞ്ഞത്. അങ്ങനെ അവരെ എന്നെ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കിയത്. ഇപ്പോൾ ഏകദേശം 5 മാസം പൂർത്തിയായി. ഞാനിവിടെ ആംബുലൻസിലാണ് വന്നത്. ബെഡിലായിരുന്നു, നടക്കാൻ കഴിയില്ലായിരുന്നു. ഒരു കാലും, ഇടത്ത് വശത്തെ കാലും ഇടത്ത് കൈയും തകർന്നുപോയി. ഇവിടുത്തെ ചികിത്സ എനിക്ക് വളരെ ഫലപ്രദമായിരുന്നു. ഞാൻ ഏകദേശം ഒരു 3 മാസം കൊണ്ട് നടക്കാനായി വഴിയുടെ സഹായത്താൽ. കൈവിട്ട് നടക്കാൻ പരിശീലിച്ചുകൊണ്ടിരിക്കുന്നു, പൂർത്തിയായിട്ടില്ല. കൈ അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റാണ് ഇവിടെ കൃത്യമായിട്ടെല്ലാം ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ വന്നിട്ട് ആദ്യം എടുത്തത് ഫിസിയോതെറാപ്പിയാണ്, പിന്നെ OT തെറാപ്പി എടുത്തു, പിന്നെ റിഫ്ലക്സോളജി എടുത്തു, സ്പീച്ച് തെറാപ്പി എടുത്തു, പിന്നെ റൊബോട്ടിക് നടക്കാൻ വേണ്ടി. റൊബോട്ടിക് ഏകദേശം 2-3 മാസക്കാലം എടുത്തു. അത് വളരെ ഉപകാരപ്രദമായിരുന്നു എനിക്ക്. ഇങ്ങനെ നടക്കാൻ വിചാരിക്കുന്നത് ഞാൻ കാലുറപ്പിച്ച് നടക്കാൻ പഠിച്ചത് അതിൻ്റെ അകത്താണ്. ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് പറഞ്ഞാൽ എനിക്കൊരു വീട് പോലെയൊക്കെ ഫീലിംഗ് ചെയ്ത്. തെറാപ്പിസ്റ്റുകളാണെങ്കിലും വളരെ ഫ്രണ്ട്ലിയാണ്, ഡോക്ടേഴ്സും അതെ. പിന്നെ ഭക്ഷണമൊക്കെ ഇവിടുന്ന് തന്നെ ഹോട്ടലിൽ നിന്ന് തന്നെ കഴിച്ചു. പൊതുവിൽ പറഞ്ഞാൽ ഒരു വളരെ നല്ല അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. ആർക്കും വന്ന് ചികിത്സിക്കാവുന്നൊരു സ്ഥലമാണ്. നമുക്ക് വൈകുന്നേരം ഇറങ്ങി നടക്കാൻ, ഇവിടുത്തെ പാക്കുക എനിക്ക് വളരെ ഉപകാരപ്പെട്ടിട്ടുണ്ട് നടക്കാൻ. ഞാൻ വളരെ ഹാപ്പിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ റോബോട്ടിക് സംയോജിത സ്ട്രോക്ക് റീഹാബ് ഹോസ്പിറ്റൽ ആയുർഗ്രീൻ, എടപ്പൾ, കേരള. സ്ട്രോക്ക് പരിചരണം ഇവിടെ സേവനമല്ല, ഉത്തരവാദിത്തമാണ്.